Hi friends, welcome back to my channel Ayisha Riya's vlog. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടമാണ് കേട്ടോ. അതുമല്ല ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ ചിക്കൻ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് വീട്ടിലോട്ട്. അപ്പോൾ ഇതാ ഞാൻ അതിനായിട്ട് കുറച്ച് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകപ്പൊടി, പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ വേണം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, വിനെഗർ, പിന്നെ കുറച്ച് ബട്ടർ കേട്ടോ, ചെറിയൊരു പീസ് ബട്ടർ. അപ്പോൾ ഇത്രയൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല ഇതിലങ്ങ് കൈകൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഇതിലങ്ങ് എല്ലാ ഭാഗവും മിക്സായി കിട്ടുന്ന രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ നല്ല ഇതിലങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ നേരം മാരിനേഷൻ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇതാ ഞാനിത് ഇവിടെ ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെ ഒന്ന് സ്ലൈസായി കട്ട് ചെയ്തിട്ടുണ്ട്. അധികം തിന്നാവേം വേണ്ട, എന്നാൽ അധികം കട്ടിയാവേം വേണ്ട, ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഒന്ന് ഫോൾഡ് ചെയ്യാൻ പാകത്തിന് വേണ്ട ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിതാ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ മാത്രം മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൻ്റെ പാകത്തിലെന്ന് വെച്ചാൽ നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണം, ആ ഒരു രീതിയിലാണ് വേണ്ടത്. കിഴങ്ങ് ഇതിലേക്ക് ഇടാൻ വേണ്ടിയാണ് കേട്ടോ, കുറച്ച് നേരം നിങ്ങൾ വെക്കാൻ വേണ്ടിയാണ്. പൊരിക്കുന്നതിന് മുന്നേ എടുത്ത് ചെയ്താൽ മതി കേട്ടോ, അല്ല നേരത്തെ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ ഞാൻ കിഴങ്ങൊക്കെ ഇതിലേക്ക് ഇങ്ങനെ മുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുങ്ങാനുള്ള പാകത്തിനാണ് വേണ്ടത്. അപ്പോൾ ഇതങ്ങനെ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങ് ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനും ആയി വന്നിട്ടുണ്ട്. ഒരു മണിക്കൂറൊക്കെ ആയി കാണും. പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ഈർക്കിളിയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്, ടൂത്ത് പിക്ക് അല്ല. അപ്പോൾ ഈർക്കിളി കൊണ്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഞാൻ ഈർക്കിളിയുടെ മുകൾ ഭാഗം ഒന്ന് കൂർപ്പിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്, എങ്കിലേ നമ്മളെ ചിക്കനിലേക്കും കിഴങ്ങിലേക്കും ഒക്കെ ഒന്ന് കയറും. ഞാനിത് 2 ചിക്കനാണ് കേട്ടോ കുത്തി വെക്കുന്നത്. ചെറിയ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ചെറിയ പീസാണ് ആക്കിയത്, അതുകൊണ്ട് തന്നെ 2 പീസ് കുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം അങ്ങ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസ് ഒക്കെ ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ടങ്ങ് പൊരിച്ചെടുത്താലോ. അപ്പോൾ എണ്ണയൊക്കെ നല്ല ഇതിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈ ചിക്കൻ ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമ്മുടെ അടിപൊളി ബട്ടർഫ്ലൈ ചിക്കൻ റെഡിയാണ് കേട്ടോ. ഇനി 1-2 ട്രിപ്പൊക്കെ ആയിട്ട് നമുക്ക് എല്ലാം അങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ബട്ടർഫ്ലൈ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് അല്ലേ. ടേസ്റ്റും അതുപോലെ തന്നെയാണ്. വളരെ ഈസിയാണ് കേട്ടോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ നല്ല രസമുണ്ട് കേട്ടോ കാണാനും കഴിക്കാനും ഒക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. ഇനിയിപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.